പ്രശാന്ത് സാർ, ഹരിയാനയ്ക്കും ഡൽഹിക്കും ശേഷം ബീഹാറിലേക്കാണ് എല്ലാ കണ്ണുകളും പോകുന്നത്. ബംഗാളുണ്ട്, ബീഹാറുണ്ട്. എന്തായാലും ബീഹാർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രീപോൾ സർവേ ഫലം വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ വളരെ നിർണായകമായ ചില കാര്യങ്ങൾ ആ സർവേ പറയുന്നുണ്ട്. ഏറെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബീഹാർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റാണ്, വളരെ നിർണായകമായ സ്റ്റേറ്റാണ്. അപ്പോൾ ഈ പ്രീപോൾ സർവേ കാര്യങ്ങൾ എന്താണ് പറയുന്നത്, എന്തൊക്കെയാണ് അവിടുത്തെ സാധ്യതകൾ? ഇപ്പം ഇന്ത്യ ടുഡേ സീ വാട്ടർ പ്രീപോൾ സർവേ ബീഹാർ, അപ്പൊ അതിനകത്ത് അവർ സർവേ നടത്തിയതിനകത്ത് ആര് വരും, പിന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നുള്ളതാണ് അവർ നടത്തിയിരിക്കുന്ന ഒരു സർവേയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം. അതിനകത്ത് എൻ ഡി എ തന്നെ അധികാരത്തിൽ വരുന്നതിനോട് താല്പര്യം പ്രകടിപ്പിച്ച് 48% പേര് വരുന്നു. അപ്പൊ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരാവണമെന്ന് പ്രത്യേകിച്ചുള്ള ചോദ്യത്തിനകത്ത് 17% ആൾക്കാർ മാത്രമാണ് നിതീഷ് കുമാറിന്റെ പേര് പറയുന്നത്. എന്നാൽ 41% ആൾ ഈ പറയുന്ന ലാലു പ്രസാദിന്റെ മകനായിട്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ പേര് പറയുന്നു. അപ്പൊ അതിനകത്ത് നിന്ന് മനസ്സിലാവുന്നത് നിതീഷ് കുമാറിനെ അല്ലെങ്കിൽ നിതീഷ് കുമാറിന്റെ പാർട്ടി അല്ലെങ്കിൽ അത് ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതാണല്ലോ. അവിടെ ഈ പറയുന്ന നിതീഷ് കുമാർ ആണ് ശരിക്കും പറഞ്ഞാൽ ബീഹാറിൽ ബി ജെ പിക്ക് കാല് കുത്തുന്നതിന് വേണ്ടി ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത ആൾ. കാരണം ബീഹാറിൽ ബി ജെ പിക്കൊന്നും യാതൊരു സാധ്യതയുള്ള ഒരു സംസ്ഥാനമല്ലായിരുന്നു. കാരണം അവിടെ വേറെ ആ സംസ്ഥാനത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ ആ സംസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അറിയാമല്ലോ, ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ OBC വിഭാഗത്തിന്റെ അപ്രമാദിത്വമുള്ള മുസ്ലിം വോട്ടുകൾ വളരെ കൂടുതലായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. കാരണം ബി ജെ പിക്ക് ഒരിക്കലും എത്തി നോക്കാൻ പറ്റാത്ത, എന്നാൽ ബി ജെ പി വളരെ കൂടുതലായിട്ട് അവിടെ പിടിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സംസ്ഥാനത്ത്. അവിടെയാണ് ബി ജെ പിയുടെ ഒരു കടന്നുകയറ്റം. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നിങ്ങൾക്കറിയാം ഏറ്റവും വലിയ ഒറ്റകക്ഷി ബി ജെ പി ആണ്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 84 സീറ്റ് എന്ന് ബി ജെ പിക്ക് ഉണ്ടായിരുന്നു. 84-82. അപ്പൊ അതിന് സീറ്റ് ഒറ്റകക്ഷി. ആ സമയത്ത് നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് ഏതാണ്ട് അതിന് 44 സീറ്റേ ഉള്ളൂ. ലല്ലുവിന്റെ പാർട്ടിക്ക് 74 സീറ്റ് ഉണ്ട്. പിന്നെ കോൺഗ്രസിന് അതിനകത്ത് ഈ പറയുന്നത് 10-16 സീറ്റ് വരുന്നുണ്ട്. അപ്പം ഇത് അടുത്ത പ്രാവശ്യം ബി ജെ പി അധികാരത്തിൽ വരും. ബീഹാർ ബി ജെ പി അധികാരത്തിൽ വരുമെന്നാണ് പ്രീപോൾ സർവേ പറയുന്നത്. പക്ഷെ അതിനകത്ത് മുഖ്യമന്ത്രിയെ മാറ്റി തീരുമാനിക്കുക, അല്ലെങ്കിൽ ബി ജെ പിയുടെ തന്നെ മുഖ്യമന്ത്രി ഉണ്ടാകണം എന്നുള്ള ഒരു രീതിയിലേക്കാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം മോദി അവിടെ ചെന്ന് അവിടുത്തെ ഒരു വികസന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഉദ്ഘാടനത്തിന് അവിടെ ചെന്നപ്പോൾ ഇനിയും നിതീഷ് കുമാർ തന്നെ ആയിരിക്കും ഇവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പ്രസ്താവിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതായത് നിതീഷ് കുമാർ ഇപ്പം ഈ പലവട്ടം ഈ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്, ഈ പറയുന്ന ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി പലയിടത്തും കയറിക്കൂടുന്നതിന് വേണ്ടി പല പ്രാദേശിക പാർട്ടികളുടെയും ഭാഗമായിട്ട് ആ കയറി കൂടിയതിനു ശേഷം ബി ജെ പി അവരെ വിഴുങ്ങിപ്പോകുന്ന ഒരവസ്ഥ, പിന്നെ അവരില്ലാതെ പോകുന്ന ഒരവസ്ഥ. അതുകൊണ്ട് ബി ജെ പിയെ കൂടെ കൂട്ടാൻ കൊള്ളാത്ത ഒരു പാർട്ടിയാണെന്നുള്ള രീതിയിൽ കോൺഗ്രസും ഈ പറയുന്ന ഈ സംസ്ഥാന രാഷ്ട്രീയ കേന്ദ്രീകരിച്ചിരിക്കുന്ന പാർട്ടികളും ഒക്കെ പ്രചരണം നടത്തുന്നുണ്ട്. അപ്പം ആ പ്രചരണത്തിന് തടയിടുന്നതിന് വേണ്ടി കൂടി ആകാം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞങ്ങൾ അങ്ങനത്തെ പാർട്ടിയല്ല, ഞങ്ങൾക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്നാമത് വന്നിരിക്കുന്ന മുന്നണിയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ആണ് ഇലക്ഷനെ നേരിട്ടത്, അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തു. അത് തന്നെ മഹാരാഷ്ട്രയിലും കഴിഞ്ഞ പ്രാവശ്യം വേണമെങ്കിൽ ഈ 105 സീറ്റുള്ള സമയത്ത് ബി ജെ പിക്ക് ശിവസേന മറ്റേ ഷിൻഡെയുടെ ശിവസേനയ്ക്ക് കൊടുക്കാതെ ഫഡ്നാവിസിന് മുഖ്യമന്ത്രിയാവണം ആവാമായിരുന്നു. പക്ഷെ അത് ഫഡ്നാവിസ് ആ പ്രാവശ്യം അങ്ങനെ വേണ്ട, അതേ ഒരു മധുരപ്രതികാരം ഈ ബാൽതാക്കറുടെ മകനോട് ചെയ്തെന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പൊ ആ രീതിയിലേക്കുള്ള ചില കാര്യങ്ങളും ബി ജെ പി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ ഈ നിതീഷിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന വോട്ടെന്ന് പറഞ്ഞാല് OBC വോട്ടും പിന്നെ മുസ്ലിം വോട്ടുകളുടെയും ഒരു കൂട്ടായ്മയാണ് നിതീഷിന്റെ വോട്ട്. അപ്പൊ മുസ്ലിം വോട്ടുകൾ കൂടുതലായിട്ട് കിട്ടുന്നത് കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി നിതീഷ് കുമാറിനെ കൂടെ കൂട്ടി നിർത്തേണ്ടതായിട്ടുണ്ട്. അതാണ് അവിടുത്തെ ഒരു പൊളിറ്റിക്സ് വളരെ കാലം മുമ്പേ ബി ജെ പി നയിച്ചു കൊണ്ടുപോകുന്നു. പക്ഷേ മറ്റേടത്തും ഈ OBC വോട്ടുകളുടെ ഭാഗം പറയുമ്പോൾ അവിടെ ഈ പറയുന്ന യാദവ് വോട്ടുകൾ കേന്ദ്രീകരിച്ചപ്പോഴാണ് ഈ OBC വോട്ടുകളും അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകളും നിതീഷ് കുമാറിന്റെ ഭാഗമായിട്ടിരിക്കുന്നത്. നിതീഷ് കുമാറിന് ഈ ആൾക്കാർ പറയുന്നതിനകത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിതീഷ് കുമാറിന് ശാരീരികമായിട്ട് വലിയ അസ്വസ്ഥതയുണ്ട്. കാരണം അദ്ദേഹത്തിന് നല്ല പ്രായമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 80 വയസ്സിന് അടുത്ത് കാണും. കാരണം ഇപ്പം ഈ ഒഡീഷ മുഖ്യമന്ത്രി ആയിട്ടുള്ള അദ്ദേഹത്തിന് അവസാന കാലഘട്ടത്തിൽ സംഭവിച്ചതുപോലെ ഓർമ്മയില്ലാത്തതും അല്ലെങ്കിൽ പഴയതുപോലെ കാര്യങ്ങൾ നയിക്കാൻ പറ്റാത്തതും പരിപാടികൾ പങ്കെടുക്കുമ്പോൾ ബോഡി ലാംഗ്വേജും ഒക്കെ അറിയാമല്ലോ, പ്രസംഗങ്ങളും ഒക്കെ അറിയാമല്ലോ, അതുപോലെ കാര്യങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന അപാകത അത് പ്രായത്തിൻ്റെതായിട്ടും ഒക്കെ വരുന്നതാണ്, ഓർമ്മക്കുറവുകൾ, പ്രശ്നങ്ങൾ. അപ്പം അവരെ ഈ കേന്ദ്ര ഗവൺമെന്റ് വളരെ കൂടുതൽ വികസനത്തിന് ഊന്നൽ കൊടുത്തു പോകുന്ന ഒരു സംസ്ഥാനമായിട്ട് ബീഹാർ മാറിയിരിക്കുകയാണ്. കാരണം ബി ജെ പി
വലിയ ശക്തി അല്ലാതിരുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ അവർ നോട്ടമിട്ടിരുന്ന സംസ്ഥാനം കാരണം ഒന്ന് ഹരിയാനയായിരുന്നു, ഒന്ന് ഈ പറഞ്ഞതുപോലെ ബീഹാർ ആയിരുന്നു, ഒന്ന് UP ആയിരുന്നു. അപ്പൊ UPയും ഹരിയാനയും ബീഹാറും ഒക്കെ, പിന്നെ പശ്ചിമ ബംഗാളുണ്ട്. അപ്പൊ അവിടൊക്കെ അവരുടെ രീതിയിലേക്ക് കാര്യങ്ങൾ, ഹരിയാനയിലെ കാര്യം പറയുമ്പോൾ മൂന്നാമത്തെ ടേൺ അല്ലെങ്കിൽ BJPക്ക് അവിടെ അപ്രമാദിത്വമായി, UPയിലും BJPക്ക് അപ്രമാദിത്വമാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പം ഈ ബീഹാറിലും ഏതാണ്ട് അതേ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഡൽഹിയിൽ പറഞ്ഞതുപോലെ നമ്മൾ വെളിയിൽ നിന്ന് ഇപ്പം നോക്കുമ്പോൾ വളരെ വലിയ നേതാക്കന്മാരുണ്ട്. സുശീൽ മോദിക്ക് ശേഷം, അദ്ദേഹത്തിന് ശേഷം ഇപ്പം മുഖ്യമന്ത്രി മുഖം എന്ന് അവിടുന്ന് എടുത്ത് കാണിക്കാൻ പറ്റുന്ന ആളില്ല. കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവരാൻ, പിന്നെ മാത്രമല്ല അവസരം ആവശ്യം വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കാര്യം വരുമ്പോഴത്തേക്കും ഡൽഹിയിൽ വന്നതുപോലെ അതിന് ആൾക്കാരെ കേഡർമാരെ കൊടുക്കാനുള്ള സംവിധാനം RSSനുണ്ട്. എന്നാൽ ഇപ്പം നോക്കുമ്പോൾ അപ്പൊ ആ രീതിയിലേക്ക് കൂടി, മാത്രവുമല്ല ഇപ്പം ഇദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി കേന്ദ്രത്തിൽ BJPക്ക് സുഗമമായ ഭരണം നടത്തിക്കൊണ്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പം അടുത്ത ഒരു പ്രാവശ്യം കൂടെ ഈ BJP അധികാരത്തിൽ വരികയും വീണ്ടും നിതീഷ് കുമാറിന്റെ മുഖ്യമന്ത്രിയാകും. നിതീഷ് കുമാർ അടുത്ത പ്രാവശ്യം കൂടെ മുഖ്യമന്ത്രി ആയിട്ട് വന്നാൽ പോലും ഒരു പക്ഷേ അദ്ദേഹം ഒരു 2.5 കൊല്ലം കൂടി ആ മുഖ്യമന്ത്രി ആവാം, അല്ലെങ്കിൽ ആ 2.5 കൊല്ലം കഴിഞ്ഞ് നിങ്ങളുടെ BJPയുടെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രി ആയിക്കൊള്ളട്ടെ എന്നുള്ള തീരുമാനത്തോട് ഒക്കെ കൂടിയായിരിക്കും ഇനി വരുന്നത്. മാത്രവുമല്ല നമ്മൾ കണ്ടതാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അദ്ദേഹം പറഞ്ഞു ഇനി ഞാൻ മത്സരിക്കുന്നില്ല. ഇപ്പൊ അദ്ദേഹത്തിന് വേറൊരു വലിയ പ്രശ്നമുണ്ട്. ഇദ്ദേഹത്തിന് ശരിയായിട്ട് രീതിയിലുള്ള ഒരു പിൻഗാമിയില്ല വാർത്ത. ഇപ്പൊ ബാക്കിയുള്ള പ്രാദേശിക പാർട്ടിക്കാർക്കൊക്കെ പിൻഗാമികളുണ്ടല്ലോ. ഇദ്ദേഹത്തിന്റെ മകൻ രാഷ്ട്രീയത്തിൽ വന്നിട്ട് അധികം കാലമായിട്ടില്ല. അപ്പൊ അദ്ദേഹം രാഷ്ട്രീയത്തിൽ പിച്ച വെച്ച് തുടങ്ങുകയുള്ളൂ. അപ്പം ഇറങ്ങുന്നതിന് മുമ്പ് ഈ മോദിയുടെ കയ്യിൽ ഈ പറയുന്ന നേരത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന പാസ്വാന്റെ മകൻ ഇപ്പം ഒരു കൃത്യമായ ലൈനി വന്നിട്ടുണ്ട്. അതുപോലെ പിടിച്ചേൽപ്പിച്ച് ഒരു നല്ല പോസ്റ്റിൽ എത്തിച്ചിട്ട്, ഏതൊരു അച്ഛന്റെ ആഗ്രഹമാണല്ലോ ഈ മകനെയൊക്കെ ഒരു നല്ല പൊസിഷനിൽ എത്തിക്കണം. പിന്നെ പ്രത്യേകിച്ച് നിതീഷ് കുമാറിന് ഇപ്പം വിചാരിക്കുന്നത് പോലെ നല്ല പൊസിഷൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള പൊസിഷൻ മുഖ്യമന്ത്രി സ്ഥാനവും ഒക്കെ ആണല്ലോ. അപ്പം ആ രീതിയിലേക്ക് രാഷ്ട്രീയത്തിൽ മകനെയും കൂടെ ഒന്ന് ഇറങ്ങി നിന്നിട്ടുണ്ട്. കൊത്ത കൂവിച്ചെടുത്ത് നാളെ കാലത്തെ ബീഹാർ രാഷ്ട്രീയത്തിൽ മകനെ അദ്ദേഹത്തിന് ശേഷം ഒരു നല്ല സ്വാധീനത്തിൽ അല്ലെങ്കിൽ നയിക്കാൻ പറ്റുന്ന ഒരാളാക്കി കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മകൻ അതിന് പ്രാപ്തനായിട്ടില്ല. കാരണം ഇറങ്ങിയതേ ഉള്ളൂ, പരിചയക്കുറവുണ്ട്. ചിരാഗ് പാസ്വാൻ ഒക്കെ എന്ന് പറഞ്ഞാൽ അതിന് മിടുക്കനുമാണ്. കാരണം മറ്റേ നമ്മുടെ പാസ്വാൻ, നേരത്തെ കേന്ദ്രമന്ത്രിയാണ് പാസ്വാന്റെ മകനുണ്ടല്ലോ, മിടുക്കനൊക്കെയാണ്. അപ്പം അതാണ് ഇപ്പൊ ബീഹാർ രാഷ്ട്രീയം. ബീഹാർ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മൾ 2024 ശേഷം ഹരിയാന കഴിഞ്ഞു, മഹാരാഷ്ട്ര കഴിഞ്ഞു, ഏറ്റവും എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന, ലോകം മൊത്തവും ഉറ്റുനോക്കിയിരുന്ന ഡൽഹി കഴിഞ്ഞു. അടുത്ത എല്ലാവരും ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പിലേക്കാണ് ഈ പറയുന്ന ബീഹാർ വരുന്നത്. ബീഹാറില് ഈ പറയുന്ന നിതീഷ് കുമാറിന് പിടിച്ചു നിന്നേ മതിയാകത്തുള്ളൂ, അതല്ലെങ്കിൽ നിതീഷ് കുമാർ അതോടുകൂടി തീരുകയാണ്. അതുപോലെ തന്നെ ലാലുവിന്റെ കാര്യം പറയാമല്ലോ. ലാലു പ്രസാദ് യാദവ് വളരെ കാലം കൊണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ് അഴിമതിയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന് സീറ്റുകൾ കൊടുത്തത് കൊണ്ടാണ് ഞങ്ങൾ അധികാരത്തിൽ വരാഞ്ഞത്. കാരണം കോൺഗ്രസിന് കൊടുത്ത സീറ്റുകൾ, ആവശ്യപ്പെട്ട സീറ്റുകൾ, പകുതിയോളം നിയമസഭാ സീറ്റുകൾ മത്സരിക്കാൻ കോൺഗ്രസിന് കൊടുത്ത ഒരവസ്ഥയുണ്ടായി. കാരണം കോൺഗ്രസ് ആവശ്യപ്പെട്ടതുപോലെ കൊടുത്താണ്. പക്ഷെ കോൺഗ്രസ് ജയിച്ചു വന്നത് വളരെ തുലോം സീറ്റിലും, ഇവർ ജയിച്ചു വന്നത് ഏതാണ്ട് 75% ഈ ലാലു പ്രസാദിന്റെ പാർട്ടി മത്സരിച്ച സീറ്റിന് ജയിച്ചു വന്നത്. കോൺഗ്രസുമായിട്ടുള്ള സഖ്യം അന്ന് ഈ പറഞ്ഞത് കോൺഗ്രസുമായിട്ട് ഈ ഉടക്കിയതാണ്. കാരണം നിങ്ങളുടെ കൂടെ ആയതുകൊണ്ടാണ് എനിക്ക് അധികാരത്തിൽ വരാൻ സാധിക്കാത്തത്. ഇനിയുമെങ്കിലും അധികാരത്തിൽ വരണമെന്നുള്ള രീതിയാണ് BJPയുടെ വളർച്ച. അവിടെ വരുന്നത് കൊണ്ട് അധികാരത്തിൽ വരാൻ പറ്റുന്നത്. അപ്പൊ ഒരു ഭയങ്കര ജീവൻ മരണ പോരാട്ടമാണ് അവിടെ നടക്കുവാൻ പോകുന്നത്. വളരെ കൃത്യമായ ഒരു മത്സരം നടത്തിയേ മതിയാകത്തുള്ളൂ. പ്രീപോൾ സർവേ നമുക്ക് ഇപ്പം ചില ഘട്ടങ്ങളിലൊക്കെ പ്രീപോൾ സർവേ ഈ പറയുന്നത് പോലെ വിചാരിക്കുന്ന പോലെ വന്നിട്ടില്ല. ബീഹാറിന്റെ കാര്യത്തിൽ പലവട്ടം സർവേക്ക് എതിരായിട്ടുള്ള റിസൾട്ടുകളൊക്കെ വന്നിട്ടുള്ള സംസ്ഥാനവും. അപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രീപോൾ സർവേ, ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രീപോൾ സർവേ നോക്കുമ്പോൾ നമുക്ക് വിശ്വസിച്ചാൽ മതിയാകത്തുള്ളൂ. ഡൽഹിയിലെ പ്രീപോൾ സർവേ അതുപോലെ വന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രീപോൾ സർവേ BJPക്ക് അനുകൂലമാണ്. അതിനകത്ത് നിതീഷിന്റെ കാര്യത്തിലാണ് മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ജനങ്ങൾക്ക് അല്പം താല്പര്യക്കുറവുള്ളത്. അത് മോദി പറയുന്നത് നിതീഷ് കുമാർ തന്നെ മതിയെന്നാണ്. മോദി അതിനകത്ത് ബീഹാർ രാഷ്ട്രീയത്തിനപ്പുറം ദേശീയ രാഷ്ട്രീയം കൂടി കാണുന്നുണ്ട്. ഏതായാലും അടുത്ത ഒരു വലിയ തെരഞ്ഞെടുപ്പ്, ഇന്ത്യ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമായിട്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗവും ഭരണപക്ഷത്തിന്റെ ഭാഗവും വീണ്ടും പൊതുജനങ്ങൾക്കിടയിൽ ചർച്ചയാവുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് മാറുന്നു. അത് ഈ സർവേ അനുസരിച്ച് BJPക്കാണ്. ഇനി യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കിയിരുന്ന് കണ്ടേ മതിയാവും. തീർച്ചയായിട്ടും. എന്തായാലും ഈ പറഞ്ഞ പോലെ മറ്റു 2 സംസ്ഥാനങ്ങളിലും RSSന്റെ വളരെ കൃത്യമായ ഒരു ഇടപെടൽ, ഹരിയാനയും ഡൽഹിയും മഹാരാഷ്ട്രയും ഒക്കെ നോക്കുമ്പോൾ
ഇവിടെ ഭരണത്തിൽ വരുമോ എന്ന സംശയം ഉണ്ടായിരുന്നു. കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡൽഹിയെ സംബന്ധിച്ചല്ല, ഹരിയാനയും ഈ പറയുന്ന മഹാരാഷ്ട്രയൊക്കെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ പറയുമ്പോഴും ചിട്ടയായ ഒരു പ്രവർത്തനത്തിലൂടെ അവിടെ അധികാരത്തിലേക്ക് എത്തുക എന്നതാണ് BJP മുമ്പോട്ട് വെച്ചിട്ടുള്ളൊരു പ്ലാൻ എന്ന് പറയുന്നത്. ഡൽഹിയിൽ മറ്റൊരു പദ്ധതിയാണ് നമ്മൾ കണ്ടത്. ഒരു എന്താണ്, ഇത്രയും കാലമായിട്ട് അവിടെ ആം ആദ്മി പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രീ ബി പൊളിറ്റിക്സിനെ പ്രതിരോധിക്കാനുള്ള ശക്തമായ ചില മാനേജ്മെൻറ്റ്, പൊളിറ്റിക്കൽ മാനേജ്മെൻ്റ് ഒക്കെ നമ്മളവിടെ കണ്ടു. ഇതേപോലെ തന്നെ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ബീഹാറിലേക്ക് വരുമ്പോൾ ഒരേ സമയം JDUവിനെ ചേർത്ത് നിർത്തുകയും വേണം, എന്നാൽ അവിടുത്തെ ഒരധികാര സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിട്ട് BJPക്ക് മാറേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പം ഏറ്റവും വലിയ കക്ഷി എന്ന് പറയുന്നത് ബീഹാറിൽ BJP തന്നെയാണ്. അവിടെ ഒരു സ്വാധീനവുമില്ലാത്ത ബീഹാറിൽ BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് മാറുന്നു, അല്ലെങ്കിൽ മാറി എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ്. പക്ഷേ ഇവിടെ ഈ JDUവിൻ്റെ ഒരു പിന്തുണ കൊണ്ടാണ് കേന്ദ്രത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് മാത്രമായിരിക്കുമോ ഈ പറയുന്ന നിതീഷ് കുമാർ ഒന്നുകൂടെ തുടരട്ടെ എന്ന് മോദി പറയാനുള്ള കാരണം? ഒന്ന്. രണ്ടാമത്തത്, മോദി ഇത് പറഞ്ഞത് കൊണ്ട് ജനങ്ങൾക്ക് ഇനിയൊരു വിമുഖത വരാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, അതിനകത്ത് മോദി അത് പറയുന്നതിനകത്ത് ഞാനൊരു കാരണം പറഞ്ഞല്ലോ, ഈ BJP എല്ലാത്തിനെയും വിഴുങ്ങുന്ന ഒരു പാർട്ടിയാണെന്നുള്ളൊരു അഡ്രസ്സിംഗ് ഉണ്ട്. കാരണം ബീഹാറിലെ കാര്യം പരിശോധിക്കുമ്പോൾ അത് ഏറ്റവും എടുത്തു കാണിക്കാൻ പറ്റുന്നതാണ്. ബീഹാറിലൊന്നും BJPക്ക് ഒരു കാലത്തും എത്തി നോക്കാൻ പറ്റാത്ത സമയത്ത് BJPയുടെ ഭാഗമായിട്ട് ഈ പറയുന്ന നിതീഷ് കുമാർ വന്നതിന് ശേഷമാണ് ബീഹാറിൽ BJP വരുന്നത്. നിതീഷ് കുമാറിനെ കടത്തിവെട്ടി ബീഹാറിലെ ഒന്നാമത്തെ പാർട്ടിയായിട്ട് BJP നിൽക്കുന്നു. അപ്പൊ ആ ഒരു പറച്ചിൽ ഇപ്പൊ ഈ പറയുന്നത് പോലെ നിതീഷ് കുമാർ ഒഴിഞ്ഞു പോകുന്നത് വരെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാലം തീരുന്നത് വരെ ആ ഒരു കാര്യത്തിനകത്ത് ഈ നിതീഷ് കുമാറിനെ വെച്ചുകൊണ്ട് തന്നെ പോകുന്നതിനാണ് BJP ശ്രമിക്കുന്നത്. കാരണം അത് കഴിഞ്ഞ പ്രാവശ്യം ആ തീരുമാനം തന്നെയാണ് ഉണ്ടായിരുന്നത്. കാരണം ഈ ഒരു പേരുദോഷം BJPയുടെ മാറ്റാം. കാരണം ഘടകകക്ഷികൾ BJPയുടെ കൂടെ കൂടാതിരിക്കുന്ന ഒരവസ്ഥ നാളെ കാലത്തെ ഉണ്ടാവരുത്. കാരണം BJP എല്ലാരെയും വിഴുങ്ങുന്ന പാർട്ടി എന്നുള്ള രീതി വരും. പിന്നെ രണ്ടാമത്, അവിടെ ഈ പറയുന്നത് പോലെ എന്ത് വിഷയമുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് അതിജീവിക്കാൻ കഴിയുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ വെളിയിലുള്ള ആൾക്കാരുടെ ഇപ്പൊ ഒരു തീരുമാനം, അപ്പം നിതീഷ് കുമാർ വേണ്ട, പക്ഷെ അത് അങ്ങനെ തന്നെ മതിയെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി അവരുടെ ജനത്തിന്റെ താല്പര്യം BJPയും NDA ആണല്ലോ. അപ്പൊ അതിങ്ങനെ പോട്ടെ, അതിനകത്ത് കാര്യങ്ങളുണ്ടെങ്കിൽ, നിതീഷ് കുമാറിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് BJP കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അതേ രീതിയിൽ കൈകാര്യം ചെയ്തു പോകുന്നതിന് വേണ്ടി BJP ശ്രമിക്കും. കാരണം നമ്മൾ ഈ പറയുന്ന ഈ സർവേ ഒക്കെ എടുക്കുമ്പോൾ അതിനെക്കാട്ടി വലിയ സർവേകൾ എത്ര വട്ടം നടത്തിയിട്ടാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം ഓരോ ഭാഗത്തും ഓരോ ബില്ലുകളും അല്ലെങ്കിൽ ഓരോ ഇലക്ഷനും മുമ്പ് ഫേസ് ചെയ്യുന്നതിനുള്ളതിനെ പറ്റി വെളിയിൽ വരുന്നില്ലെങ്കിലും അങ്ങനത്തെ ഒരു യാഥാർത്ഥ്യം ഉണ്ട് വാർത്ത. അവര് വളരെ കൂടുതൽ ആയിട്ട് സർവേ നടത്താറുണ്ട്. കാരണം എല്ലാ കാര്യത്തിലും ഓരോ ബില്ല് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുമ്പോഴും അതിനകത്ത് എത്ര ശതമാനം ഇത് പാർട്ടിക്ക് അനുകൂലമാണ്, BJPക്ക് അനുകൂലമാണ്, അങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യാറുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് വെളിയിൽ കിടന്ന് ഈ ബഹളം ഉണ്ടാക്കിയിട്ടും അവർ ചാഞ്ചാട്ടമില്ലാത്ത പല ബില്ലുകളും പാസ്സാക്കുന്നത്, പല കാര്യങ്ങളും പാസ്സാക്കുന്നത്. കാരണം ഇതിനകത്തൊക്കെ ജനങ്ങളുടെ ഭാഗം അവരുടെ കൂടെയാണെന്ന് അവരുടെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന്, സംവിധാനത്തിന് ഇപ്പം കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനത്തിന് ഇതുപോലെ കാര്യങ്ങൾ തിരക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. വെളിയിൽ നിന്ന് പ്രൈവറ്റ് ഏജൻസി ഒന്നും വേണ്ട, നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ അടുത്ത് മാത്രം ചോദിച്ചാൽ മതിയല്ലോ. അപ്പൊ ആ രീതിയിൽ കാര്യങ്ങൾ ഉരുത്തിരിച്ചുകൊണ്ട് വരും. ഈ ഒരു പേരുദോഷം പ്രശ്നം ആണ് ഒന്നാമത്തെ വിഷയം പാർത്ഥൻ ചോദിച്ചത്. രണ്ടാമത് മറ്റ് വിഷയം, അത് അതിജീവിക്കുന്നതിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്തേ മതിയാകും. നിതീഷ് കുമാറിനെ അറിയാലോ, ഓട്ടോ തിരിയുന്നില്ല എങ്ങോട്ടും തിരിയായ സമയത്ത്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരാളിനെ പിടിച്ചു കൂടെ നിർത്തി ഇപ്പോഴത്തെ ഒരു സാധ്യത ഇല്ലാതാക്കാതെ ആ സാധ്യത വീണ്ടും BJP അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ശ്രമിക്കത്തേ ഉള്ളൂ. തീർച്ചയായും ഒരു തന്ത്രപരമായ പൊളിറ്റിക്കൽ മാനേജ്മെന്റ് തന്നെയാണ് അവിടെ മോദിയും BJP നടത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ എല്ലാവിധ സാഹചര്യവും അതുപോലെ തന്നെ സ്വാധീനവും അവർക്കുണ്ട്. ഇത് ഏകദേശം ഒരു ശരിയായി വരാനുള്ള, അല്ലെങ്കിൽ അതിൻ്റെ സാധ്യത വളരെയധികം കൂടുതലാണ് ഈ സർവേയുടെ എന്ന് തന്നെ പറയാം. ഇത് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയൊരു അടി കൂടെയാണ്. എന്തായാലും എന്ത് സംഭവിക്കുമെന്നൊക്കെ നമുക്ക് ഇലക്ഷൻ സമയം അടുത്ത് തന്നെയാണ്. എന്തായാലും ആ സമയം ആകുമ്പോഴേക്കും ഏകദേശം ഒരു ട്രെൻഡും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.